കൂവള രാജ്യം എന്നൊരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തെ രാജാവിന് സുന്ദരനായ ഒരു മകനും. രാജകുമാരന് വിവാഹപ്രായമെത്തിയപ്പോ രാജാവ് വധുവിനെ അന്വേഷിച്ചു തുടങ്ങി. പക്ഷേ രാജകുമാരൻ രാജാവിനോട് പറഞ്ഞു താൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി നല്ല സ്വഭാവ ഗുണമുള്ള പെൺകുട്ടി ആയിരിക്കണമെന്ന്. അപ്പൊ രാജാവ് ചോദിച്ചു, അതിപ്പോ എങ്ങനെയാണ് കണ്ടെത്തുക? ഇത് കേട്ട രാജകുമാരൻ തന്റെ വധുവിനെ താൻ തന്നെ കണ്ടെത്തിക്കോളാമെന്ന് രാജാവിനോട് പറഞ്ഞു. എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു കമ്മൽ വിൽപ്പനക്കാരനോട് തനിക്കൊരു ജിമിക്കി കമ്മൽ പണിതു തരാൻ ആവശ്യപ്പെട്ടു. കമ്മൽ ഉണ്ടാക്കുമ്പോൾ ആവട്ടെ ഒരു കമ്മലിന് ചെറിയൊരു വ്യത്യാസവും ഉണ്ടായിരിക്കണമെന്ന് രാജകുമാരൻ പ്രത്യേകം അറിയിച്ചു. അതുപോലെ തന്നെ കമ്മൽ വിൽപ്പനക്കാരൻ കമ്മൽ പണിത് കയ്യിലേൽപ്പിച്ചു. രാജകുമാരൻ ആ ദേശത്തെ ഒരു വൃദ്ധയായ യാചകിയെ കമ്മൽ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, എനിക്ക് വേണ്ടി അമ്മ ഈ കമ്മലൊന്ന് വിൽപ്പന ചെയ്തു തരണം. അതും ആരാണ് വാങ്ങുന്നതെന്ന് എന്നെ കാണിച്ചു തരികയും വേണം എന്നും പറഞ്ഞു രാജകുമാരൻ മടങ്ങി. പിന്നീടുള്ള എല്ലാ ദിവസവും അവർ ക്ഷേത്രത്തിന് മുന്നിൽ കമ്മൽ വിൽപ്പനയ്ക്കായി ഇരുന്നു. പക്ഷേ യാചകിയിൽ നിന്നും കമ്മൽ വാങ്ങാൻ ആരും തന്നെ തയ്യാറായില്ല. അങ്ങനെ 2 ദിവസം കടന്നുപോയി. 3-ാമത്തെ ദിവസം ഒരു സുന്ദരിയായ രാജകുമാരി അതുവഴി വന്നു. രാജകുമാരിക്ക് വൃദ്ധയായ യാചകിയെ കണ്ടപ്പോൾ സഹതാപം തോന്നി. രാജകുമാരി ആവട്ടെ തൻ്റെ പക്കലുള്ള പണം യാചകിക്ക് നൽകാൻ ശ്രമിക്കുമ്പോൾ ആ അമ്മ പറയുന്നു, തൻ്റെ പക്കൽ നിന്നും ഈ കമ്മൽ മാത്രം വാങ്ങുക, അതിനുള്ള പണവും നൽകിയാൽ മതിയെന്ന്. അത് കേട്ട രാജകുമാരി സന്തോഷത്തോടു കൂടി അമ്മയെ സഹായിച്ചു. അങ്ങനെ രാജകുമാരൻ തൻ്റെ വധുവിനെ കണ്ടെത്തുകയും ആ അമ്മയെ കൊട്ടാരത്തിലേക്ക് കൂട്ടുകയും ചെയ്തു. കഥയും കമ്മലും എങ്ങനെ?